മലയാളത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സീസണുകളിൽ എല്ലാത്തിലും പ്രേക്ഷക പിന്തുണ കൂടുതലുള്ള ഒരാള് 50 ദിവസത്തിന് ശേഷം പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ്. ഇവിടെ ഞാനാണ് രാജാവ്, നീയൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും ഇവിടെ ആര് വീഴും ആര് വാഴുമെന്ന്. ആ ഒരു ലൈനാണ് ബിഗ് ബോസിന്റേത്, അത് നമുക്കറിയാം. ഈ സീസണിൽ പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതലുള്ളത് ജിൻഡോയ്ക്കാണ്. അപ്പൊ ജിൻഡോയെ വെച്ച് ഇതുപോലൊരു കളി കളിക്കാൻ ബിഗ് ബോസിന് ഒരു മടിയും കാണില്ല. സിബിനെ പുറത്താക്കിയ പോലെ ഇൻസൾട്ട് ചെയ്ത് പുറത്താക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ജിൻഡോയ്ക്ക് അല്പം മനക്കെട്ടി കൂടുതലാണ്, അതുകൊണ്ട് ആ രീതിയിൽ പേടിക്കണ്ട. ഇത് ഞാൻ പറയുന്നത് ഇന്ന് പുറത്താക്കും നാളെ പുറത്താക്കും എന്നൊന്നുമല്ല. ജിൻഡോയുടെ ഗെയിം ഒരു ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഉടായ്പ് കാണിച്ച് പ്രേക്ഷകരെ വഞ്ചിക്കും, എല്ലാ തവണത്തെയും പോലെ. ഇന്നലെ തന്നെ ശരണ്യയുടെ കേസിൽ ജിൻഡോ നിരപരാധിയാണെന്ന് പറഞ്ഞില്ല. അതിന് കാരണം അത് പറഞ്ഞൊരു വലിയ അടി സംഭവിച്ച് ജിൻഡോയുടെ കൺട്രോൾ പോയി, ആരെങ്കിലും ഇടിച്ചിട്ടിട്ട് ജിൻഡോ പുറത്തേക്ക് വരട്ടെ എന്നാണ് ബിഗ് ബോസിന്റെ നിലപാട്. ലാലേട്ടനായിട്ടൊരു ക്ലോഷർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാലിൽ തൂങ്ങി പിടിച്ച് ക്ലാഷുകളും ഫൈറ്റുകളും ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെ 70ാമത്തെ ദിവസം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യാം. അത് ഞാൻ പറയുന്നത് ഈ സീസൺ ജിൻഡോ വിജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോഴാണ്. ഇവരുടെ ഒറ്റപ്പെടുത്തലും പിന്നെ എന്താ പറയാ ഹരാസിങ്ങും ടോർച്ചറിങ്ങും ഒക്കെ കൂടി പ്രേക്ഷകർ പൂർണ്ണമായിട്ടും ജിൻഡോയെ വിന്നറായിട്ട് കാണുന്ന ഒരു ടൈമിൽ പുള്ളിയെ പിടിച്ച് പുറത്താക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സീസൺ വലിയ മാറ്റിപ്പിടിക്കലാണെന്നൊക്കെ പറഞ്ഞാലും അതിനകത്തുള്ള വാഴകള് മാറ്റിപ്പിടിക്കാൻ തയ്യാറല്ല. അതാണ് ഒരു വളരെ നഗ്നമായ സത്യം. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ തയ്യാറല്ല. അപ്പൊ പ്രേക്ഷകർ ഇൻഡിവിജ്വൽ ആയി കളിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ജിൻഡോ അതിനകത്ത് കളിച്ച ഏറ്റവും വലിയ ഓഡിയൻസ് ഗെയിം. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചു. ഈ സീസൺ 50 ദിവസം പിന്നിട്ടിട്ടും എനിക്ക് ഒന്നിൽ കൂടുതൽ ഫേവറേറ്റുകൾ ഇല്ല എന്ന് മാത്രമല്ല, വെറുപ്പിക്കലാണ് ഭൂരിഭാഗം പേരും. അത് ഈ സീസണിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായിട്ട് ജിൻഡോയെ ഷോയിൽ നിന്നും പുറത്താക്കുമ്പോൾ ഇതാണ് ടോപ്പിക്, നമുക്ക് ചർച്ച ചെയ്യാൻ താഴെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.